അല്ല ഞാൻ ഈ മീഡിയ വണ്ണിന്റെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്ക് നിങ്ങളെപ്പോലുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന കൺമുമ്പിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയണമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ചാനലാണ് മീഡിയ വണ്ണ്. അതിനെ ഒരിക്കൽ പൂട്ടിച്ചതാണ് സെൻട്രൽ ഗവൺമെന്റ്. ഇപ്പൊ കേരളത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ജമാഅത്തെ ഇസ്ലാമി അപരവൽക്കരിക്കുന്ന പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയേ ഉള്ളൂ. അതിന്റെ പേര് CPIM എന്നാണ്. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ തൊട്ടുള്ള ഇത്തരം ആളുകളെ മുഴുവൻ അഴിച്ചുവിടുന്ന ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേര് CPM എന്നാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ രസതന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയാൻ ഒരു വർഷം മുമ്പ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ, ഈ CPM-ന്റെ ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക സമുദായത്തിന്റെ, ആരാണ് കേരളത്തിലെ ഈഴവ സമുദായം വടക്കൻ മലബാറിൽ വരുമ്പോൾ അത് തീയ സമുദായമായിട്ട്, ഇതിന്റെ മുഴുവൻ അട്ടിപ്പേർ ആരാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകൂടങ്ങളിലെ വീട്ടിൽ എഴുതി കൊടുത്തിരിക്കുന്നതെന്നും കൂടി CPM-കാരങ്ങ് പറഞ്ഞാൽ മതി. എനിക്കറിയില്ല എവിടെയാണ് ഞാൻ എത്രയോ പതിറ്റാണ്ടുകൾ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും നടത്തിയ കണ്ണൂർ ജില്ലയിലുണ്ട്. അവിടുത്തെ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ മുഴുവൻ വെള്ളാപ്പള്ളി നടേശന്റെ കീശയിലെ അന്തേവാസികളാണ്. എന്താ ഈ പറയുന്നത്? ഈ പാർട്ടി മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കള്ളം എഴുതി വെക്കുകയല്ലേ? വെള്ളാപ്പള്ളി നടേശൻ ഈ കേരളത്തിലെ ഈ മനുഷ്യന്മാരെ മുഴുവൻ അങ്ങ് പ്രതിനിധീകരിക്കുകയാണ്. വായടക്കാൻ പറയും. അയാൾ പറയുമ്പോ ഒന്നും ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. അല്ലെ, ഞാൻ പറയുന്നത് ഈ ആലപ്പുഴയിലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിന്റെ ഒരു പാറ്റേൺ നോക്കിയാൽ മതി. ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കിയാൽ മതി. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു, ഞാൻ ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എടുത്തതാണ്. KC വേണുഗോപാലിനെ പോലെ ഒരാളല്ല ആലപ്പുഴയിൽ മത്സരിച്ചെങ്കിൽ സുഖമായിട്ട് ശോഭാ സുരേന്ദ്രൻ കൂടി ജയിച്ചിട്ട് കേരളത്തിൽ നിന്ന് BJPക്ക് 2 അംഗങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതാണ് അതിന്റെ വോട്ടിംഗ് പാറ്റേൺ. നോക്കിയാൽ മതി, വിശദമായിട്ട് പരിശോധിച്ച് നോക്കണം. ഡാറ്റാ സയൻസിന്റെ ഒക്കെ കാലമല്ലേ, നോക്കിയാൽ മതി. അതാണ്. അതുകൊണ്ട് ഈ വലിയ പാർട്ടികളെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ കേരളത്തെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ് പറയുന്നത്. അതുകൊണ്ട് വർഗീയതയുടെ ഒരു പ്രോജക്റ്റ് 2026 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനു മുമ്പിൽ നടക്കാൻ പോകുന്ന ഒക്ടോബറിലോ മറ്റോ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അവിടെ ഒരു വർഗീയയുടെ അജണ്ട പുറത്തെടുത്തിട്ട് എന്താ അമിത്ഷാക്ക് മറുപടി പറയാത്തത്? തിരുവനന്തപുരത്ത് വന്നിട്ടെന്നല്ലേ പറഞ്ഞത് അമിത്ഷാ 2026 തെരഞ്ഞെടുപ്പിൽ കേരളം BJP ഭരിക്കുമെന്ന്. അതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് കേസൊക്കെ അവിടെ ഉള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്താ മിണ്ടാത്തത്? അതുകൊണ്ട് ഈ പ്രോജക്റ്റുകൾ ഒന്നൊന്നായി ഇത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ BJP വിജയകരമായിട്ട് പ്രയോഗിച്ചതാണ്. സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഇതിന്റെ ബാക്കിയുള്ള അധ്യായങ്ങൾ മുഴുവൻ ചുരുൾന്നു വരും. അതുകൊണ്ട് ഇത്തരം ആളുകളോടൊന്നും തർക്കിക്കാൻ ഒരു താല്പര്യമില്ല. കേരളം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.